ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത്. ഉത്സവം കഴിഞ്ഞ് ഞാനും വിഷ്ണു അങ്ങ് തിരിച്ചു പോയെങ്കിലും പോയതിനേക്കാളും സ്പീഡിൽ വിഷ്ണു എന്നെ എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചുകൊണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ചു വന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താണെന്ന് ഞാൻ ഉടനെ പറയാവേ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് നല്ല ദോശയും സാമ്പാറൊക്കെ കഴിച്ചിട്ട് വീടിൻ്റെ പുറകിലോട്ട് പോയി കേട്ടോ ഞാൻ. അവിടെ നല്ലൊരു ആപ്പിൾ ചാമ്പയുടെ മരമുണ്ട്. നിറച്ച് കാ പിടിച്ചിട്ടുണ്ട്. ഇത് പഴുക്കുമ്പോൾ നല്ല റെഡ് കളറാട്ടോ. അതിനുള്ള ടൈം ഞങ്ങൾ കൊടുക്കത്തില്ല. ഇത് വിളഞ്ഞ് വരുമ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളങ്ങ് പിച്ചി അവിടെ വെച്ചേ കഴിക്കാറുണ്ട്. പഴുത്ത് കഴിയുമ്പോൾ പിന്നെ നിറയെ പുഴു കയറാം. അങ്ങനെ പുഴു കയറാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ഓടി തിരിച്ചു വരാൻ കാരണം. എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ദുബായിലായിരുന്നു കേട്ടോ. അവിടെ ഇപ്പം നിറയെ പ്രശ്നങ്ങളും യുദ്ധമൊക്കെ നടക്കുവാണ്. അതിനിടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ അച്ഛൻ്റെ ലീവ് ടൈമും കൂടെ ആയിരുന്നു. നാട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ മോതിരം കണ്ടോ? ഇതിൽ മലയാളത്തിലാട്ടോ അമ്മയുടെ പേര് എഴുതിയേക്കുന്നത്. കണ്ടപ്പോൾ നല്ല രസം തോന്നി. അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു. അച്ഛൻ്റെ കറക്റ്റ് ലീവ് ടൈമിൽ തന്നെ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ അനിയത്തിയെ സ്കൂളിലെ എക്സാമിന് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. അച്ഛൻ വന്ന സന്തോഷത്തിൽ ഞാൻ ഓടി ഇങ്ങ് വന്നേ. ഇനി കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു വർഷം കാത്തിരുന്ന് അച്ഛൻ നാട്ടിൽ വരുന്നതല്ലേ. അങ്ങനെ അച്ഛനും അനിയത്തിയും കൂടെ എക്സാമിന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല മാമ്പഴപ്പുളിശ്ശേരിയും മീൻ വറുത്തതും മീൻകറിയൊക്കെ ആയിട്ട് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ വിഷ്ണു ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.